ഹലോ ഗായ്സ്, എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സ്പൂൺ പഴംപൊരിയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ അല്ല, ഈ ഒരു റെസിപ്പി ഇതിനിടയിൽ വല്ലാതൊരു വൈറലായൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് ഉണ്ടാക്കി നോക്കി. അടിപൊളിയാണ്, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഉറപ്പായിട്ടും അടിപൊളി, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ഞാനിന്ന് ഇവിടെ ഒരു പഴം എഴുപ്പുണ്ടായിരുന്നു, അത് നന്നായിട്ട് പഴുത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതാണ്. അങ്ങനെയാണ് ഞാൻ വന്നത്. അപ്പോൾ ഉണ്ടാക്കി വെക്കാം. അപ്പോൾ ഒരു വീഡിയോ ഇടാമല്ലോ. അപ്പോൾ വീഡിയോ ഇട്ടു. അപ്പോൾ നന്നായിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ പഴത്തിനെ മുറിക്കുക, കഷ്ണങ്ങളാക്കി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അതിനെ പൊടിയാക്കാം. എന്നിട്ട് അതിലേക്ക് പഞ്ചസാരയും പാലും അതേപോലെ തന്നെ അരിപ്പൊടിയും മൈദയൊക്കെ ഇട്ടിട്ട് ഒന്ന് വറുത്ത് കോരേണ്ട ഒരു പരിപാടിയല്ലോ, അത്രയേ ഉള്ളൂ. കാരണം ഇത് നമുക്ക് കുറച്ച് ഹെൽത്തിയാണ്. കാരണം അധികം ഇതിൽ മൈദ ഉപയോഗിക്കണം എന്നില്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കി വെക്കാം. ഞാനിപ്പോൾ പഴംപൊരിയൊക്കെ ഒഴിവാക്കിയിട്ട് ഇപ്പോൾ ഇതാണ് കൂടുതൽ ഉണ്ടാക്കി വെക്കുന്നത്. അടിപൊളി ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. കാരണം അത്രയ്ക്ക് ടേസ്റ്റാണ്. അതാണ് ഞാൻ ഇത് ഉണ്ടാക്കി വെക്കിയത്. അപ്പോൾ വെറുതെ പഴമൊന്ന് വെറുതെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കി നോക്കിയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. കാരണം ഒട്ടും തന്നെ എണ്ണയും കുടിക്കുന്നില്ല. ഇത്രയ്ക്കും നല്ല റെസിപ്പിയാണ്. ഇപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? ന്യൂ ഇയർ ആയിട്ട് എല്ലാവരും ആഘോഷിച്ചോ? അപ്പോൾ ഞാനിന്ന് ന്യൂ ഇയർ ആയിട്ടൊരു വീഡിയോ ഇട്ടിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ഒരു വീഡിയോ ഇടാമെന്ന് വെച്ച് വന്നതാണ്. അപ്പോൾ